വളരെ സന്തോഷമുള്ളൊരു ദിവസത്തിലായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇന്ന് 83,000 ഫോളോവേഴ്സ് ആവുകയാണ്. ഇതിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഈ ഫേസ്ബുക്ക് പേജ് എന്ന് പറഞ്ഞാൽ എൻ്റേത് 1 വർഷത്തോളം ഹാക്കായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടു. പിന്നെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കമൻറ്റിൻ്റെ പേരിൽ എനിക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജ് ഏതാണ്ട് ഒരു 8ഓളം മാസം അത് നോൺ റെക്കമെൻഡബിളായി. നമ്മൾ ഒരാൾക്കും റെക്കമെൻഡേഷനിൽ പോയില്ല. എന്നാലും ഒരാൾക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും പോസ്റ്റുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഒരു ഫോളോവർ, ഒരു സബ്സ്ക്രൈബർ പുതിയത് വരാത്ത സാഹചര്യത്തിൽ എന്താ പറയുക, ഒരു ഇൻകം പോലും അതിന്നും കിട്ടിയിട്ടില്ല. മോണിറ്റൈസേഷൻ ഇന്നും അത് ഓണായിട്ടില്ല. എന്നിട്ട് ഞാൻ അതിൽ നിലയുറപ്പിച്ച് നിന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എനിക്കത് സാധ്യമായത്? അതിന് പിന്നിലെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ എടുക്കുന്ന എഫോർട്ടുകളാണ്. തീർച്ചയായിട്ടും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് പഠിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ സമയം ഫലപ്രദമായിട്ട് ഒരു പഠിക്കുന്ന വിഷയത്തിൽ ചിലവഴിക്കാൻ ഇതുകൊണ്ട് സാധ്യമായതുകൊണ്ടാണ് എനിക്കിത് എടുക്കാൻ പറ്റിയത്. കാരണം ആൾക്കാർ കണ്ടില്ലെങ്കിലും എനിക്കത് ക്രിയേറ്റ് ചെയ്യണം ഇതില്ല. കാരണം ഇന്നും അത് മോണിറ്റൈസേഷൻ കട്ടായി കിടക്കുകയാണ്. ഒരു വരുമാനം അതിൽ കിട്ടുന്നില്ല. പക്ഷേ എന്നാലും നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ പറയുക, നമ്മൾ ഒരു ക്രിയേഷനിൽ നമ്മൾ മുതിർന്നിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ സമയം മറ്റെന്തെങ്കിലും യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും ഉപയോഗിക്കുക. മറിച്ച് നമ്മൾ ഒരു ക്രിയേഷനിലേക്ക് മുതിരുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കൂടുതലും പ്രൊഫഷണൽ കാര്യങ്ങളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ആ സമയം നമ്മളെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളതും അത് പിന്നീട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവും എന്നുള്ളത് കൊണ്ടാണ്. പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താ ഇങ്ങനെ വരുമാനമൊന്നുമില്ല. എല്ലാവരും ഒറ്റയ്ക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ്, വരുമാനം എത്ര കിട്ടും. അതല്ല ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ടൈം ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങൾ ഉപയോഗിക്കാൻ ഇതുകൊണ്ട് സാധ്യമാവുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ആസെറ്റ് എന്നുള്ളത്. എന്തായാലും ഈ 83,000 ഫോളോവേഴ്സ് എത്തിയ വേള ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. കാരണം നമ്മളാ ഒരു ഇൻട്രസ്റ്റിനെ മറ്റുള്ളവർ ഉൾക്കൊണ്ട് ഇപ്പം അതിൻ്റെ ബ്ലോക്കൊക്കെ നീങ്ങി ഇനി മോണിറ്റൈസേഷൻ ഓണാകാൻ മാത്രമേ ബാക്കിയുള്ളൂ. എങ്കിലും അത് ഇല്ലെങ്കിലും ഇനിയും പോസ്റ്റുകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും എന്നുള്ളതാണ്. കാരണം അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നമ്മുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനും പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റുമായിരിക്കും നമ്മളെപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, ഇത് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ 1000 സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം ഞാൻ പറയാറുണ്ട്, നമ്മുടെ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ ഏതൊരു പ്ലാറ്റ്ഫോം ആണെങ്കിലും അത് നമുക്കിടയിലൊരു ആത്മബന്ധമാണ്.